ഇന്നത്തെ റെസിപ്പി ബീഫ് കറിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബീഫ് എടുത്തിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് ലേശം വെള്ളവും ചേർത്തിട്ട് ഇത്തിരി മാത്രം വെള്ളം ചേർത്താൽ മതി. നമ്മൾ കുക്കറിൽ ഒരു 6 വിസിൽ അടുപ്പിക്കുക. ആ സമയം കൊണ്ട് നമ്മളൊരു ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു സവാളയും പച്ചമുളകും മിക്സിയിൽ നന്നായിട്ട് അരയ്ക്കുക. എന്നിട്ട് ഇപ്പോൾ നമ്മൾ വിസിലെല്ലാം പോയിട്ട് ബീഫ് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. അതുകൊണ്ട് നമ്മൾ വേവിക്കുന്ന സമയത്ത് അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് അതിലോട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി തിളപ്പിക്കുക. നന്നായി തിളച്ച് ഒരു സെമി ഗ്രേവി ആ ടൈപ്പിലായി വരുന്ന സമയത്ത് നമ്മൾ അതിലോട്ട് നേരത്തെ മസാലപ്പൊടിയെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് ആഡ് ചെയ്യുക. കുരുമുളകും ഗരം മസാലയും അതുപോലെ തന്നെ മുളക് പൊടിയും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഇനി അവസാനം കുറച്ച് കറി ലീവ്സും അതുപോലെ തന്നെ മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒരു സെമി ഗ്രേവി ആവും. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഗ്രേവിയാണോ, റോസ്റ്റ് പോലെ ആക്കണമെങ്കിൽ അതുപോലെ ആക്കിയെടുക്കുക, അല്ലെങ്കിൽ കറി പോലെ ആണെങ്കിൽ അതുപോലെ. ഞാനിപ്പോൾ കറി ആയിട്ടാണ് ആക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മളെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പൊറോട്ടയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. നമ്മളിതിൽ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഓയിലൊന്നും യൂസ് ചെയ്യാണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്.